ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശംഖുപുഷ്പം വെച്ചിട്ട് ഒരു ജെല്ലാണ്. സ്കിന്നിന് ഏറ്റവും ഗുണമുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം. അതിൻ്റെ പൂ യൂസ് ചെയ്താണ് നമ്മളിന്ന് ജെല്ല് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് ഓൾറെഡി ഞാൻ ചെമ്പരത്തിയുടെ ജെല്ല് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ശംഖുപുഷ്പം വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഉള്ളൊരു എൻകറേജ്മെൻറ്റ്. അപ്പം ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനെ ഞാൻ കുറച്ച് ശംഖുപുഷ്പം എടുത്ത് നന്നായി കഴുകി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പം ശംഖുപുഷ്പം നന്നായിട്ടെടുത്ത് അരച്ച് വെച്ചത് ഒരു 50 ml കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. 50 ml. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ചൂടാക്കി എടുക്കണം. ഈ ശംഖുപുഷ്പത്തിന് നല്ല കളറുള്ള ശംഖുപുഷ്പമാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് എതിൾ കൂടുതലുള്ള ഒരു ടൈപ്പ് ശംഖുപുഷ്പമായിരുന്നു തവണ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നല്ല കളറാണ്, സാധാ ശംഖുപുഷ്പത്തിനേക്കാൾ നല്ല കളറാണ്. അപ്പോൾ ഇപ്പോൾ ഈ 50 ml നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചതിനെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. നമുക്കിതിനൊന്ന് ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഒരു 50 ml വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, 50 ml കൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു 100 ml നമ്മൾ ഓൾറെഡി മൊത്തം ആക്കിയിട്ട് നമ്മളിതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കുകയാണ്. അപ്പോൾ വറ്റിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പൂവിനെ അരച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. നമ്മളതിനെ അരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആക്കിയിട്ട് ഈ ജ്യൂസിനെ ഒന്ന് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് കുറയും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. നമുക്ക് വേറെ കുറച്ച് പ്രോസസ്സും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മളിതിനെ വറ്റിച്ച് കണ്ടോ 50 ml ആക്കിയിട്ടുണ്ട്. 100നെ 50 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് വേണം നമുക്കിതിനെ അരിച്ചെടുക്കാൻ. നമ്മുടെ ശംഖുപുഷ്പം എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിതിനെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതുവരെ അരിച്ചില്ലായിരുന്നു കേട്ടോ. അരിക്കാതെ അല്ലേ നമ്മളിതെല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളിതിനെ അരിക്കാം കേട്ടോ. ഇത് അരിച്ചിട്ട് നമുക്ക് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 50 ml ഉണ്ട്. 50ഉം നമ്മൾ 100 ml അല്ലേ എടുത്തത്. 50ഉം ഇതിൻ്റെ കൂടെ ഒരു 20 ml കൂടെ ഇപ്പോൾ 70 ml ആയിട്ടുണ്ട്. നമ്മൾ 100 ഗ്രാമിൻ്റെയാണ് ജെൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇടാനുണ്ട്. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ. അതും കൂടെ ഇതിനകത്തോട്ട് ഇടുക. 20 ml റോസ് വാട്ടർ കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഈ റോസ് വാട്ടർ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ റോസ് വാട്ടറിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജെൽ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. നമുക്ക് ഒരു തിക്കനർ വേണം. ആ തിക്കനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാന്തങ്കം ആണ് യൂസ് ചെയ്യുന്നത്. അത് സാന്തങ്കം ക്ലിയറും ഉണ്ട്, നമുക്ക് റെഗുലറും ഉണ്ട്. ഇത് സാന്തങ്കം ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ ക്ലിയർ ആണ്. റെഗുലർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിനാണെങ്കിൽ ഒരു ക്ലൗഡി ഫിനിഷ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാന്തങ്കം ക്ലിയർ വാങ്ങിക്കാൻ പ്രത്യേകം യൂസ് ചെയ്യുന്നത്. ഈ ജെൽ ഉണ്ടാക്കും, അപ്പോൾ ആ കൺസിസ്റ്റൻസി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം ഇത് നമുക്കിനി മെഷർ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ഇത് വെച്ച് ടയർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഒരു 0.76 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിസറിനാണ് വേണ്ടത്. ഈ സാന്തങ്കം ഏറ്റവും പെട്ടെന്ന് മിക്സ് ആകുന്ന ഗ്ലിസറിനാണ്. അപ്പോൾ നമുക്കിനി ഗ്ലിസറിൻ മെഷർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 8 ഗ്രാമോളം ഗ്ലിസറിൻ വേണം. 8.8 വേണേ. നമ്മൾ 100 ഗ്രാമല്ല മൊത്തത്തിൽ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് 100 ഗ്രാം എത്തണമെങ്കിൽ നമുക്ക് ഒരു 8.8 നമ്മൾ ഗ്ലിസറിൻ എടുക്കണം. ഇത്തിരി കൂടി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലിസറിനിൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ. വാട്ടറിൽ മിക്സ് ആവും, ബട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പം നമുക്കിതൊരു 1 ഗ്രാം വരെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 10 ഗ്രാം ഗ്ലിസറിന് കുഴപ്പമില്ല. നമുക്ക് സാന്തങ്കം കൂടിയെന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നും വരില്ല. അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു വാട്ടർ വെച്ചിട്ട് നമ്മളതിനെ ടയർ ചെയ്തിട്ട് നമുക്ക് 0.5 മതി പ്രിസർവേറ്റീവ്. ഞാൻ ജിയോഗ DCT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 0.5. ഓക്കെ, കാരണം ഈ പ്രിസർവേറ്റീവ് ഇട്ടില്ലെങ്കിൽ നമ്മളിത് ചീത്തയാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 0.5 ആഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ജിയോ ഗാർഡ് ഇട്ടിട്ട് പ്രിസർവേറ്റീവ് ഇട്ടിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സാന്തങ്കം ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം.
മിക്സിങ്ങിലാണ് നമുക്കിവിടെ ജെല്ലിൻ്റെ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സായി. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ റോസ് വാട്ടറിൻ്റെ ഒക്കെ സ്മെല്ല് കാരണം നമ്മുടെ ഈ ഒരു ജെല്ലിന് നല്ല സ്മെല്ലായിരിക്കും മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും. ഇപ്പം നന്നായിട്ട് തിക്കാവുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2 to 3 hours ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ക്ലീൻ ഫ്ലെയിം വെച്ച് കവർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ഫ്ലെയിം വെച്ച് ഇത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കവർ ചെയ്യുവാണ്. അപ്പോൾ ഒരു 3 hours റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 hours കഴിഞ്ഞിട്ട് നമ്മുടെ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി, ശംഖുപുഷ്പം ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി എന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം ഇതിലും കൂടുതൽ തിക്നെസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത്, പക്ഷേ എൻ്റെ ശംഖുപുഷ്പത്തിന് നല്ല കളറുള്ള ശംഖുപുഷ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ തിക്നെസ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാണാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ സാന്താംഗം ഗ്ലിസറിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ശംഖുപുഷ്പം കണ്ടില്ലേ, ഇതിൽ കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സാന്തംഗം വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ജെൽ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, അത് മതി. ഇനിയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് തിക്കാക്കാം. അപ്പം നമുക്കിനി ഇതൊരു ബോട്ടിലോട്ട് മാറ്റാം. ഇതിനെ ബോട്ടിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലിൻ്റെ കളറ് നല്ല ശംഖുപുഷ്പം ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെയാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിഗ്മെൻറ്റേഷനും ഒക്കെ ശംഖുപുഷ്പം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫേസ് വാഷ്, ഷാമ്പൂ, ഇപ്പോൾ ഇതിൻ്റെ ക്രീമുണ്ട്, ഇപ്പോൾ നമ്മൾ ജെല്ലും കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല കിഡിലൻ ജെല്ല് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. കണ്ടോ ജെല്ല് കളർ കണ്ടോ, ഇതിൻ്റെ കളറിന് തന്നെ നല്ല സൂപ്പർ കളറാണ് കണ്ടോ. ജെൽ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളത് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.